ഹായ് വെൽക്കം ടു OC ലൈഫ് ആൻഡ് ഫിഷിംഗ്. ഞാൻ അനുകുമാർ മങ്ങാട്ടുപറമ്പത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ടെക് വീഡിയോ ആണ്. എങ്ങനെയാണ് ഐഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. അവരൊരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു പോർഷനോ അല്ലെങ്കിൽ ഒരു ലെക്ചറിൻ്റെ ഒരു പാർട്ടോ ഒക്കെ അല്ലെങ്കിൽ ഒരു ഫുൾ ലെക്ചർ നമ്മുടെ ഫോണിൽ മെമ്മറി ഉണ്ടെങ്കിൽ അവർക്കൊരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഫുൾ ലെക്ചർ അവർക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിൽ വൈറസ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊന്നും നമുക്ക് വറി ചെയ്യേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഒരു ബിൽറ്റ് ഇൻ സ്ക്രീൻ റെക്കോർഡറുണ്ട്. അത് ആക്ച്വലി ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. അതെങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്ററിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിന് ശേഷം കൺട്രോൾ സെൻറ്ററിലേക്ക് നമ്മൾ പോവുക. കൺട്രോൾ സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു ലിസ്റ്റ് ഓഫ് ടൂൾസും മറ്റ് അതുപോലെ തന്നെ കൺട്രോൾസും ഒക്കെ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമ്മൾ സ്ക്രീൻ റെക്കോർഡർ കണ്ടെത്തുക. സ്ക്രീൻ റെക്കോർഡർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഗ്രീൻ കളറിൽ ഒരു ഐക്കൺ കാണാൻ പറ്റും. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്ററിലേക്ക് ഈ സ്ക്രീൻ റെക്കോർഡർ ആഡ് ആയിക്കോട്ടെ. കൺട്രോൾ സെൻറ്ററിൽ മറ്റ് ടൂൾസിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ആ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ടൂൾസിൻ്റെ അവിടെ നമുക്കൊരു സൈഡ് ബാർസ് കാണാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തിടാൻ പറ്റും. നമുക്ക് എവിടെയാണ് കൺട്രോൾ സെൻറ്ററിൻ്റെ ആദ്യ ഭാഗത്ത് കാണണോ അല്ലെങ്കിൽ മിഡിലിൽ കാണണോ അല്ലെങ്കിൽ എൻഡിൽ കാണണോ, അതെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഫോണിൻ്റെ പുതിയ വെർഷനാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്തെ കോർണറിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐഫോണിൻ്റെ പഴയ വെർഷൻസ് ആണെങ്കിൽ iPhone XRന് മുന്നുള്ള മോഡൽസ് ആണെങ്കിൽ നമുക്കതിൻ്റെ ഐഫോണിൻ്റെ താഴത്തെ കോർണറിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഈ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിനുള്ളതും അതുപോലെ തന്നെ ക്യാമറ അങ്ങനെ നമ്മൾ ആഡ് ചെയ്തിട്ടിരിക്കുന്ന മറ്റ് കൺട്രോൾസ് എല്ലാം ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ റെഡിയായി. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ കൺട്രോൾ സെൻറ്ററിലേക്ക് എത്തുക. കൺട്രോൾ സെൻറ്ററിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റെക്കോർഡ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് 1 2 3 എന്നുള്ള നമ്പേഴ്സ് വരും. അപ്പോൾ ആ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ മെയിലിൽ ടൈം എഴുതിയിരിക്കുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആദ്യം ഒരു റെഡ് ഡോട്ട് വരും. അതിനുശേഷം ആ ടൈം എഴുതിയിരിക്കുന്നത് റെഡ് കളറിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. നമ്മുടെ സ്ക്രീൻ റെക്കോർഡിങ് നമുക്ക് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ വീണ്ടും കൺട്രോൾ സെൻറ്ററിലേക്ക് വരിക, അല്ലെങ്കിൽ ആ ടൈമറിലൊന്ന് ടച്ച് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ പോയി ചേരുന്നത് നമ്മുടെ ഫോണിലെ തന്നെ ഫോട്ടോസ് ആപ്പിലേക്കാണ്. നമ്മുടെ മറ്റു ഫോട്ടോസിൻ്റെ കൂട്ടത്തിൽ നമുക്കിത് ഈ സ്ക്രീൻ റെക്കോർഡിങ് കാണാൻ പറ്റും. ഫോണിൻ്റെ ഇൻറ്റേർണൽ വീഡിയോയും ഇൻറ്റേർണൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സംസാരിക്കുന്നതും കൂടി ഒപ്പം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ കൺട്രോൾ ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കുറച്ച് സെക്കൻഡ്സ് നമ്മളങ്ങനെ ടച്ച് ചെയ്ത് പിടിക്കണം. അപ്പോഴേ നമുക്ക് അതിനുള്ളൊരു ഈ ഓപ്ഷൻ കിട്ടുമ്പോഴേക്കും നമുക്ക് ആ ഒരു പോപ്പപ്പ് സ്ക്രീൻ വരും. അപ്പോൾ അതിൻ്റെ അകത്താണ് നമുക്കിങ്ങനെ മൈക്രോഫോൺ ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ മൈക്രോഫോണിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനും നമ്മുടെ മൈക്രോഫോണും റെക്കോർഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോഫോണിൻ്റെ കളറ് മൈക്രോഫോണിൻ്റെ ഐക്കണിൻ്റെ കളറ് അത് റെഡ് കളറാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആ റെഡ് കളർ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഓഡിയോ കൂടി അതിനോടൊപ്പം തന്നെ റെക്കോർഡ് ആകത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാണ്ട് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ എനിക്കൊരു ഇൻസ്പിറേഷൻ ആവും. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.